ഹലോ ഹലോ എവരിവൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷവും സ്നേഹവും ഒക്കെ ആശംസിക്കുകയാണ്. വിംബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിച്ചു വരുന്ന ട്രെയിനേഴ്സ് ടോക്ക് എന്നുള്ള ഒരു വെബിനാർ സീരീസിന്റെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ ഒരു ട്രെയിനേഴ്സ് ടോക്കിന്റെ സവിശേഷത എന്ന് പറയുന്നത് പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആളുകളാണ് ഈ ഒരു വെബിനാറിൽ സെഷനുകൾ എടുക്കാനായിട്ട് കടന്നു വരുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള കരിയറുകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. വ്യത്യസ്തമായിട്ടുള്ള സ്കില്ലുള്ള, വ്യത്യസ്തമായിട്ടുള്ള നോളജ് ഉള്ള ആളുകളാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് ഈ ഒരു നോളജിനെ എങ്ങനെ മനോഹരമായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നതിനെ കുറിച്ച് ധാരണയില്ല. നമ്മളൊരു ഭക്ഷണം തയ്യാറാക്കുന്ന സമയത്ത് ആ ഭക്ഷണത്തിലേക്കുള്ള ചേരുവകളൊക്കെ നമ്മൾ മേടിക്കും, അല്ലെ? അരിയാകാം, അതേപോലെ തന്നെ അതിനോട് ചേർത്തി നമുക്ക് വെക്കാൻ പറ്റുന്ന എന്ത് സാധനങ്ങളായി കഴിഞ്ഞാലും നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ടാകും. പക്ഷേ ഇതെല്ലാം കൂട്ടി മനോഹരമാക്കി നമുക്കൊരു ഭക്ഷണമാക്കിയിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ട് ഒരാളുടെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കുക. വെച്ചു കൊടുക്കുന്ന സമയത്ത് "ഹായ്, ഇത് നല്ല രസമുണ്ടല്ലോ, ഇത് ആരാ വെച്ചേ, കുറച്ചും കൂടി എനിക്ക് തരുമോ" എന്ന് ചില സമയത്ത് ആളുകൾ ചോദിക്കും. ചില സമയത്ത് ഒന്നും പറയാതെ എഴുന്നേറ്റ് പോവും. ചില സമയത്ത് ഇഷ്ടപ്പെടാതിരിക്കും, അല്ലെ? അത് എങ്ങനെ വെക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. സാധനങ്ങളൊക്കെ ഒന്നായിരിക്കും. നെയ്ച്ചോറിന് മേടിക്കുന്ന ജീരകശാല അരി എല്ലായിടത്തുനിന്നും കിട്ടും. പക്ഷേ ചില ആളുകൾ ജീരകശാല അരി വെച്ചിട്ട് നല്ല നെയ്ച്ചോറ് വെക്കും, നല്ല മസാലകൾ ഉണ്ടാക്കും. അപ്പൊ ഇതേപോലെ നമ്മുടെ കയ്യിലുള്ള ഒരു അറിവിനെ ഒരാളുടെ ഒരു ജീവിതത്തിലേക്ക് പകർത്തുന്നതിനും അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കുന്ന രൂപത്തിൽ അവരെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് സംസാരിക്കാനും ഒരു ആക്ഷൻ എടുപ്പിക്കാനും ഉള്ള ഒരു കഴിവിലേക്ക് നമ്മളെ എത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ എത്തുമ്പോഴാണ് നമുക്ക് ഒരുപാട് ആളുകളിലേക്ക് നമ്മളുടെ നോളജിനെ എത്തിക്കാൻ പറ്റുക. ഒരുപാട് ആളുകൾ നമ്മളെ കയ്യിലുള്ള നോളജ് തേടി വരും, നമ്മളുടെ നോളജിനെ അന്വേഷിച്ചു വരും. ആ ഒരു രീതിയിലേക്ക് നമ്മളെ മാറ്റാൻ പറ്റും. അതിനാണ് പലപ്പോഴും നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഇംപ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മുടെ സ്കൂളിലൊന്നും നമ്മളെ പഠിപ്പിക്കുന്നില്ല, കോളേജിൽ പഠിപ്പിക്കുന്നില്ല, അല്ലെ? നമ്മുടെ കുട്ടികളുടെ ഏത് പാഠഭാഗത്തിലാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്നുള്ള ഒരു പോർഷൻ ഉള്ളത്? എവിടെയും പഠിപ്പിക്കുന്നില്ല. യുജിയിലോ PGയിലോ എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ നമ്മളെ നിരന്തരം പിന്തുടരുന്ന ഏറ്റവും കൂടുതൽ, അല്ലെ, ലോകത്ത് ഏറ്റവും കൂടുതൽ ഫോബിയ ഉള്ളത് എന്തിന്റെയാണ്? ഗ്ലോസോഫോബിയ. അതല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ, ഒരു കാര്യം, ഒരു വിഷയം അവതരിപ്പിക്കാൻ. ഇത് ഏത് ഫീൽഡിലായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ ഇത് എവിടെയും നമ്മൾ പഠിപ്പിക്കുന്നില്ല. ഇത് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു അനിവാര്യതയാണ്. അപ്പൊ ആ ഒരു അനിവാര്യതയെ ഏറ്റവും മനോഹരമാക്കി ഒരു ട്രെയിൻ ചെയ്ത് നമ്മളുടെ ആ ഒരു സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രൊഫഷണൽ ട്രെയിനിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരം പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സുകളിലൂടെ നമുക്ക് എങ്ങനെ ആളുകളോട് സംവദിക്കണം, ഏത് രൂപത്തിലാണ് നമ്മൾ മുന്നോട്ട് വരേണ്ടത്, ഏത് രൂപത്തിലാണ് നമ്മൾ അവതരിപ്പിക്കേണ്ടത്, ഏത് രൂപത്തിലാണ് നമ്മളെ ഡീൽ ചെയ്യേണ്ടത്, ഏത് രൂപത്തിലാണ് നമ്മൾ ആളുകളെ ഡീൽ ചെയ്യേണ്ടത്, ഇങ്ങനെ തുടങ്ങിയ വ്യത്യസ്തമായിട്ടുള്ള രീതികൾ നമ്മൾ അവലംബിച്ചാണ് നമ്മൾ മുന്നോട്ട് പോവുക. പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സിന്റെ 17 ബാച്ചുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതില് ഏകദേശം 150ഓളം ട്രെയിനർമാര് പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ് സർട്ടിഫിക്കറ്റ് നേടി അവരുടെ സ്കില്ലിനെ സീറോയിൽ നിന്ന് അവർ കുറെ കൂടി കോൺഫിഡന്റ് ആയിട്ട് അവർ മുന്നോട്ട് വരികയാണ്. അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പലപ്പോഴും പലരായിട്ട് ഇവിടെ വന്ന് അവതരിപ്പിക്കാറുണ്ട്. ഫായിസ എന്ന് പറയുന്നത് 14ാമത്തെ ബാച്ചിൽ നിന്നുള്ള ഒരു പാർട്ടിസിപ്പന്റ് ആണ്. ഇപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാവക്കാട് അകലാട് സ്വദേശിയാണ്. നേരത്തെ ഒരു സെഷൻ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പൊ ഒരു സ്റ്റുഡന്റ് ആയിരിക്കെ തന്നെ ഒരു ട്രെയിനർ ആകണം എന്ന ആഗ്രഹത്തോടു കൂടി, തന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടി നമ്മളുടെ പ്ലാറ്റ്ഫോമിലേക്ക് വരികയും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഒരു 1 hour സെഷൻ കംപ്ലീറ്റ് ചെയ്യുകയും അടുത്ത ഒരു സെഷൻ എടുക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ടോപ്പിക് തയ്യാറായി നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും സ്ട്രെസ് മാനേജ്മെന്റ് എന്ന ഒരു പ്രസക്തമായിട്ടുള്ള, നമ്മൾ ഓരോരുത്തരും എല്ലാ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സ്ട്രെസ്. ചെറിയ കുട്ടികൾക്ക്, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ മോനോട് സംസാരിക്കുന്ന സമയത്ത് മോനും ഉമ്മയും അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഉമ്മ അങ്ങനെ ഒന്നും പറയില്ല, എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പൊ അവര് ആ വാക്കുകൾ പോലും പഠിച്ചെടുക്കുകയാണ് അല്ലെ. ടെൻഷൻ ആയിട്ടൊന്നല്ല, എന്നാലും അവൻ വെറുതെ പറയാണ്, ഉമ്മ അങ്ങനൊന്നും പറയില്ല, എനിക്ക് ടെൻഷൻ ആവൂട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോ അതിന്റെ അർത്ഥം കുട്ടികൾ പോലും അല്ലെ, ഈവൻ സ്ട്രെസ്ഡ് ലൈഫ് കുട്ടികളിലും കൂടുതലായിട്ട് ഇപ്പൊ കണ്ടുവരുന്നുണ്ട്. അപ്പോ ആ രീതിയിൽ സ്ട്രെസ്സിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും ഫായിസ ഇവിടെ നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഫായിസയെ ഈ ഒരു സെഷനിലേക്ക് ഞാൻ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ ഒരു വെബിനാറിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും, എൻ്റെ പ്രീവിയസ് ബാച്ചിലെ സ്റ്റുഡൻസിനും എല്ലാവർക്കും ഞാൻ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഫായിസയെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ സന്തോഷത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. പ്ലീസ് ഫായിസ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അപ്പോ ഹലോ എവരി വൺ, ഗുഡ് ഈവനിങ്. അപ്പൊ ഇന്നിപ്പോ ഇവിടെ ഫൈസൽ സാറ് പരിചയപ്പെടുത്തി, എന്നാലും ഞാൻ ഒന്നും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ഫായിസ. സാർ പറഞ്ഞ പോലെ തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് അകലാടാണ് എൻ്റെ സ്ഥലം. ഞാൻ സ്റ്റുഡന്റ് ആണ്, പൊന്നാനി MES കോളേജിലെ BCom ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. അതോടൊപ്പം തന്നെ ഇപ്പൊ ട്രെയിനിങ് മേഖലയിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. നമ്മുടെ വിംബിൾ അക്കാഡമിയുടെ പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സിലെ 14th ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വിംബിൾ അക്കാഡമിയുടെ കീഴിൽ നടത്തി വരുന്ന ട്രെയിനേഴ്സ് ടോക്കിന്റെ ഒരു സെഷൻ എടുക്കാൻ സാധിച്ചു. അതിനുശേഷം രണ്ടാമത്തെ സെഷനാണിത്. ഇപ്പൊ വീണ്ടും എനിക്കൊരു അവസരം തന്നതിന് വിംബിൾ അക്കാഡമിക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഫൈസൽ സാറിനും ആദ്യമേ ഞാൻ നന്ദിയും സ്നേഹമൊക്കെ അറിയിക്കുകയാണ്. അപ്പോ പോസ്റ്ററിൽ ഇപ്പൊ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്താണ് ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്നുള്ളത്. അതായത് ഇപ്പൊ നമ്മളുടെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവുന്ന ഒരു സംഭവമാണ് സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ എന്ന് പറയുന്നത്. അതിനിപ്പോ പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ ചെറുപ്പ സാറ് പറഞ്ഞില്ലേ, മക്കളുടെ ചെറിയ കുട്ടികളെന്നോ വലുതെന്നോ അങ്ങനെയൊന്നും ഇല്ല. എല്ലാവരുടെ ലൈഫിലും ആ സ്ട്രെസ് അവരുടേതായ രീതിയിൽ സ്ട്രെസ് ടെൻഷനൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ എത്തിയാൽ, ആ ഒരു സ്റ്റേജ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് എങ്ങനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങളായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ഈ ക്ലാസ്സിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോ ഈ സ്ട്രെസ് എന്ന് പറയുന്നത് ഇപ്പൊ പലരും ചിന്തിച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ പലരും കരുതിയിട്ടുള്ള സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മളുടെ ചുറ്റും കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ആ പ്രശ്നങ്ങളാണ് നമ്മളെ സ്ട്രെസ് ആക്കുന്നത് എന്നാണ് പലരും വിചാരിച്ചിട്ടുള്ളത്. അതായത് ഇപ്പോ എന്റെ ജോബിൽ ഇപ്പൊ ജോലി പ്രശ്നമാണ്, ജോലിയാണ്, അല്ലെങ്കിൽ ജോലി കമ്പനിയുടെ മാനേജർ ആണ്, അല്ലെങ്കിൽ എന്റെ ഫാമിലി കാരണമാണ് ഞാൻ സ്ട്രെസ് ആവുന്നത്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ആണ് എന്നെ സ്ട്രെസ് ആകുക, അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളാണ് നമ്മളെ സ്ട്രെസ് ആക്കുന്നത് അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്തിക്കുന്നത് എന്നാണ് പലരും കരുതി വെച്ചിട്ടുള്ളത്. പക്ഷെ ആക്ച്വലി ഇത് അങ്ങനെയല്ല. നമ്മളുടെ ചുറ്റുമുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മളെ എന്താക്കുന്നത്, സ്ട്രെസ് ആക്കുന്നത്. നേരെ മറിച്ച് നമ്മളെ ചുറ്റും കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങളെ കുറിച്ചുള്ള നമ്മളുടെ ചിന്തകളാണ്, നമ്മളുടെ ഓരോരുത്തരുടെയും തോട്ട്സ് ആണ് നമ്മളെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. മനസ്സിലായി വിചാരിക്കുന്നു. അതായത് ഇപ്പോ ആള് വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ഒഴിവാക്കി, അതാണ് അവിടുത്തെ പ്രശ്നം. കമ്പനിയിൽ നിന്ന് പിരിച്ചു വിട്ടു. പക്ഷെ ആ ഒഴിവാക്കിയതല്ല അയാൾക്ക് സ്ട്രെസ് ആവാനുള്ള കാരണം. ഒഴിവാക്കിയതിന് ശേഷം അയാളുടെ മൈൻഡിൽ കുറെ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറെ തോട്ട്സ് വരുന്നുണ്ട്. ഇനി മുന്നോട്ടുള്ള ലൈഫ് എങ്ങനെ ആവും, അല്ലെങ്കിൽ ഇപ്പൊ മക്കളുടെ പഠനകാര്യം എന്ത് ചെയ്യും, അപ്പൊ അവർക്ക് വയ്യ, അതിന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യും, അങ്ങനെ കുറെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ കുറെ ചിന്തകൾ ആളുടെ മനസ്സിൽ വരും. അങ്ങനെയുള്ള ആളുടെ തോട്ട്സ് ആണ് എന്ത് ചെയ്യുന്നത്, അയാളെ സ്ട്രെസ്ഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടെൻഷൻ അല്ലെങ്കിൽ ആ സ്റ്റേജിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചാൽ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മളെ ചുറ്റുള്ള പ്രശ്നങ്ങളല്ല ഒരിക്കലും. ആ പ്രശ്നങ്ങളെ കുറിച്ചുള്ള നമ്മളുടെ ഓരോരുത്തരുടെയും ചിന്തകളാണ് നമ്മൾ എന്താക്കുന്നത്, സ്ട്രെസ്ഡ് ആക്കുന്നത്. അപ്പൊ ഈ സ്ട്രെസ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. ആർക്കെങ്കിലും അറിയോ ഏതൊക്കെയാണ് സ്ട്രെസ്സിന്റെ 2 ടൈപ്പ് എന്നുള്ളത്? അറിയോ?
ഇപ്പൊ ഞാൻ പറയാം. അതായത് സ്ട്രെസ് 2 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് യു സ്ട്രെസ് ആൻഡ് രണ്ടാമത്തേത് പറയുന്നത് ഡി സ്ട്രെസ് ആണ്. അപ്പൊ ആദ്യം എന്താണ് യു സ്ട്രെസ് എന്നുള്ളത് നോക്കാം. ഇപ്പൊ യു സ്ട്രെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പോസിറ്റീവ് ടൈപ്പ് ഓഫ് സ്ട്രെസ് ആണ്. ഇറ്റ് ഈസ് ചലഞ്ചിങ് ബട്ട് മാനേജബിൾ. അതായത് ഒരു പോസിറ്റീവ് ടൈപ്പ് ഓഫ് സ്ട്രെസ് അത് നമുക്ക് ചലഞ്ച് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളതായിരിക്കും, പക്ഷെ അത് മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ട്രെസ് ആയിരിക്കും. അല്ലെങ്കിൽ ആ സ്ട്രെസ് അനുഭവിക്കുന്നത് പിന്നിൽ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് തിങ് ഉണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു വീട്ടിൽ ഒരു മാരേജ് ഫംഗ്ഷൻ നടക്കുമെന്ന് കരുതും. അപ്പൊ അവിടെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പൊ അവിടുത്തെ ഗ്രൂം ആയാലും ഇപ്പൊ ബ്രൈഡ് ആയാലും അവർ നല്ല സ്ട്രെസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ടെൻഷനാണ്. കാരണം അവരുടേതായ ഒരു പുതിയ ലൈഫിലേക്ക് കടക്കണം. അപ്പൊ അതിൻ്റെതായ സ്ട്രെസ് ഉണ്ടാവും. പിന്നെ ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള മാസങ്ങളായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഉണ്ടാവും. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഉള്ള ടെൻഷൻ ഉണ്ടാവും. അവരുടെ ഫാമിലീസോ അല്ലെങ്കിൽ പാരന്റ്സിനെ ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ അവര് നല്ല സ്ട്രെസ്ഡ് ആയിരിക്കും. കാരണം ഇപ്പോ എന്താണ് എല്ലാരും ഇൻവൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോ ഓഡിറ്റോറിയം, ഫുഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരായിരിക്കും മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ സ്ട്രെസ് ഉണ്ടാവും. അപ്പൊ മൊത്തത്തിൽ അവിടെ ആ ഒരു മാരേജ് ഫംഗ്ഷൻ നല്ലൊരു ഫംഗ്ഷൻ ആണ്, അതിന്റെ എല്ലാവരും സ്ട്രെസ്ഡ് ആയിരിക്കും. പക്ഷെ ആ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താ, അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ അവരെടുക്കുന്ന സ്ട്രെസ്സിന്റെ പിന്നിൽ അവരൊരു ഹാപ്പിനെസ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സന്തോഷമുള്ള സംഭവം നടക്കാൻ പോകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അവർ സ്ട്രെസ് എടുക്കുന്നത്. അപ്പൊ അങ്ങനത്തെ രീതിയിലുള്ള സ്ട്രെസ്, അതായത് ഒരു പോസിറ്റീവ് ടൈപ്പ് ഓഫ് സ്ട്രെസ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, യു സ്ട്രെസ് എന്ന് പറയുന്നത്. ആൻഡ് രണ്ടാമത്തതാണ് ഡിസ്ട്രെസ്. അതായത് നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. നേരത്തെ പറഞ്ഞ പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ടൈപ്പ് ഓഫ് സ്ട്രെസ്സസിനാണ് നമ്മൾ ഡിസ്ട്രെസ് എന്ന് പറയാ. അത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്ട്രെസ്സസ് ആയിരിക്കും അത്. അപ്പൊ ഈ ഡിസ്ട്രെസ്സിൽ തന്നെ വേറെ 2 ടൈപ്പ് വരുന്നുണ്ട്. അതാണ് പേഴ്സണൽ സ്ട്രെസ് ആൻഡ് രണ്ടാമത്തത് എക്സ്റ്റേണൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇപ്പൊ പേഴ്സണൽ സ്ട്രെസ് എന്താന്ന് നോക്കുമ്പോ അത് ആ പേരിൽ തന്നെ ഉണ്ട്, എന്താണ് പേഴ്സണൽ സ്ട്രെസ് എന്ന്. അതായത് പേഴ്സണൽ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരിലും നമ്മളിൽ സ്വന്തമായിട്ടുണ്ടാകും, നമ്മളുടെ സ്വന്തം തോട്ട്സിൽ നിന്ന് നമ്മളുടെ സ്വന്തമായിട്ടുള്ള ബിഹേവിയറിൽ നിന്ന് ഉണ്ടാകുന്ന സ്ട്രെസ്സസിനെയാണ് നമ്മൾ പേഴ്സണൽ സ്ട്രെസ് എന്ന് പറയുന്നത്. അതായത് അതിപ്പോ കുറെ ആൾക്കാർ അത് മാനേജ്, എന്തെങ്കിലും നമുക്കൊരു പ്രശ്നം ആർക്കും എക്സാമ്പിൾസ് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഹെൽത്ത് ഇഷ്യൂസ്, അല്ലെങ്കിൽ നമ്മളെ മക്കളുടെ എഡ്യൂക്കേഷന്റെ കാര്യങ്ങൾ അതുമായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലംസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിപ്പോ കുറെ ആൾക്കാരുണ്ട് അത് അത് ശരിയാ, അങ്ങനെ കുറെ ആൾക്കാർ നമ്മളെ ചുറ്റുണ്ടെങ്കിലും അവര് മാനേജ് ചെയ്യുന്നതിനേക്കാൾ നമ്മളെ കൊണ്ട് അത് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അത് നമ്മളാണ് അതിന് ആ ഒരു എഫേർട്ട് എടുത്ത് കൺട്രോൾ ചെയ്യുന്നത്. നമ്മളെ കൊണ്ട് അത് പറ്റുന്നുണ്ടാവില്ല. നമ്മളെ തോട്ട്സിൽ നിന്നുണ്ട് നമ്മളെ ബിഹേവിയറിൽ നിന്നുണ്ടാവുന്ന സ്ട്രെസ്സസിനെയാണ് എന്തെന്ന് പറയുന്നത്, പേഴ്സണൽ സ്ട്രെസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് എക്സ്റ്റേണൽ സ്ട്രെസ് ആണ്. എക്സ്റ്റേണൽ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താ, നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ്, അതായത് പേഴ്സണലിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. അതായത് നമ്മളിൽ നിന്ന് പുറത്തു നിന്ന് വരുന്ന സ്ട്രെസ്. മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾ ഇപ്പോ ഒരു ജോബിന്റെ തന്നെ എടുക്കുക. ഒരു കമ്പനി, നമ്മള് ജോബായിട്ട് ഒരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിപ്പോ നമ്മൾ അതിനെ എത്ര ഹാൻഡിൽ ചെയ്യാൻ ശ്രദ്ധിച്ച് വെച്ചിട്ടും അത് ചിലപ്പോൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റിക്കൊള്ളണം എന്നില്ല. കാരണം അത് കുറെ ആൾക്കാരായിട്ട് റിലേറ്റഡ്, അതിന്റെ മാനേജർ, അവിടുത്തെ വേറെ സ്റ്റാഫ്സ്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ മാത്രം എഫേർട്ട് എടുത്ത് വെച്ചിട്ട് അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. നമ്മളിൽ നിന്നും പുറത്തുള്ളതാണ്, കുറെ ആൾക്കാർ അതിനെ ചുറ്റുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളിൽ നിന്നും പുറത്തുള്ള സ്ട്രെസ്സസിനെയാണ് എന്തെന്ന് പറയുന്നത്, എക്സ്റ്റേണൽ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് എന്താണ് സ്ട്രെസ് എന്നും അതുപോലെ തന്നെ ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ് എന്നും. ജസ്റ്റ് ഒരു സ്ട്രെസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ച് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എന്താണ് അത് എന്നുള്ള ഒരു ബേസിക് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ തരേണ്ടി വെച്ചിട്ട് തന്നതാണ്. എന്താണ് സ്ട്രെസ്, അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ് ഏതൊക്കെയാണെന്നും ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ, മനസ്സിലായി എന്ന് വിചാരിക്കും. അപ്പൊ അടുത്തേക്ക് കിടക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ അണ്ടർസ്റ്റാൻഡ് വി സ്ട്രെസ്. അതായത് നമ്മൾ എങ്ങനെയാണ് സ്ട്രെസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക, എങ്ങനെയാണ് നമുക്ക് സ്ട്രെസ് ഉണ്ട് എന്നുള്ള ആ സ്റ്റേജ് എത്തി നമ്മൾ എങ്ങനെ മനസ്സിലാക്കും, അങ്ങനെ എത്തിയാൽ തന്നെ അത് എങ്ങനെ സിമ്പിൾ ആയിട്ട് സോൾവ് ആക്കാൻ പറ്റും. ഞാൻ കുറെ മെത്തേഡ്സ്, കുറെ ടിപ്സ് ഉണ്ട് സ്ട്രെസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ എളുപ്പത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ബേസിക് ആയിട്ട് എങ്ങനെ പെട്ടെന്ന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാം എന്നുള്ള അതാണ് പറയാൻ പോകുന്നത്. അതായത് എങ്ങനെ സ്ട്രെസ് മനസ്സിലാക്കും, അതിനെങ്ങനെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോ എന്താ ഒരു സ്ട്രെസ്സിന്റെ ലക്ഷണങ്ങൾ, അതായത് നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിൽ എത്തിയെന്ന് അറിയാൻ കുറെ ലക്ഷണങ്ങളുണ്ട്. ചിലർക്ക് എന്ത് കാര്യം ചെയ്യുമ്പോൾ അതിനൊരു ഫോക്കസ് കിട്ടുന്നുണ്ടാവില്ല. ചിലർക്ക് നല്ല ദേഷ്യം കൂടുതലായിരിക്കും. ചിലർക്ക് ഉറക്കം ഉണ്ടാവില്ല. ചിലർക്ക് ഓർമ്മക്കുറവായിരിക്കും, അല്ലെങ്കിൽ നെഞ്ചുവേദന, ഹെഡേക്ക്, അങ്ങനെ തുടങ്ങിയ പല റീസൺസ് വരും. അതൊക്കെ എന്തിന്റെ ലക്ഷണങ്ങളാണ്, സ്ട്രെസ്സിന്റെ ലക്ഷണങ്ങളാണ്.
അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിൽ കൂടുതലായിട്ട് വരുന്നുണ്ട് വെച്ചെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം, നമ്മൾ ആ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതാണ് സ്ട്രെസ് ആയി എന്നുള്ളതിന്റെ ആ സ്റ്റേജിൽ എത്തി എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മള് സ്ട്രെസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിൽ എത്തി, ഇനി അതിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ സോൾവ് ചെയ്യണം. അപ്പോൾ ആ സോൾവ് ചെയ്യാൻ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാ പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, എന്താണ് ആ നമ്മളെ സ്ട്രെസ്ഡ് ആക്കുന്ന ആ പ്രശ്നം എന്താന്നുള്ളത് എഴുതാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരിക്കലും പ്രശ്നങ്ങളല്ല നമ്മളെ സ്ട്രെസ്ഡ് ആക്കുന്നത്, അതിനെക്കുറിച്ചുള്ള തോട്ട്സ് ആണ്. പക്ഷെ ആ ആ പ്രശ്നത്തെ കുറിച്ചുള്ള തോട്ട്സ് ആണ് സ്ട്രെസ്ഡ് ആക്കുന്നത് പറഞ്ഞു. അപ്പൊ ഇവിടെ എന്ത് പ്രശ്നത്തെയാണ് കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത്, അവിടെ എന്താണ് ആ പ്രശ്നം എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് എഴുതുക. ഒരു ബുക്കിൽ എഴുതുക എന്താണ് എന്റെ പ്രശ്നം എന്നുള്ളത് എഴുതാം. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു നല്ലൊരു പ്ലാൻ ഉണ്ടാക്കി അതിനെ നമ്മൾ ഫുൾ ആയിട്ടുള്ള സൊല്യൂഷൻ കാണുന്നതാണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു പ്രശ്നം കൊണ്ട് നമ്മൾ അലട്ടുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമ്മളുടെ തോട്ട്സ് എന്താണെന്ന് എഴുതാം. നെക്സ്റ്റ് ആ ഓരോ ക്വസ്റ്റ്യൻസിനും അല്ലെങ്കിൽ ആ ഓരോ തോട്ട്സിനും അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിലുള്ള ഓരോ ചിന്തകൾക്കുള്ള ഓരോന്നിനുള്ള ആൻസേഴ്സ് കാണും. സോ ആ ആൻസേഴ്സ് കാണുന്നതിലൂടെ എന്തുണ്ടാവും, മൊത്തത്തിലുള്ള ആ പ്രശ്നത്തിന് നമുക്ക് പിന്നെ അവിടെ വേറെ ഒന്നിന്റെ ആവശ്യമില്ല, ആ ആൻസേഴ്സ് കിട്ടുന്നതിലൂടെ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ വലിയ പ്രശ്നമൊക്കെയാണ് വെച്ചെങ്കിൽ അത് നമുക്ക് ഒറ്റയടിക്ക് അങ്ങനെ ചെയ്ത് വെച്ചിട്ട് അത് മാറിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതിന്റേതായ ഓരോന്ന്, അപ്പൊ വലിയതാണെങ്കിൽ അത് പാർട്ടാക്കി ഡിവൈഡ് ചെയ്ത് നമ്മൾ തന്നെ അതിനെ മാനേജ് ചെയ്ത് ഓരോന്ന് എന്ത് ചെയ്യാം, ഓരോന്നിനും ഓരോ സൊല്യൂഷൻസ് കാണും. അപ്പൊ ഇതിനൊരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ഒരാൾക്ക്, ഒരു അരുൺ എന്ന് പറഞ്ഞ ഒരാൾക്ക് നാളെ ഓഫീസിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗിൽ മാനേജർ അരുണിനെയാണ് പ്രസന്റേഷൻ എടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അരുൺ എന്ന് പറയുന്ന കുറച്ച് പേടിയൊക്കെ ഉള്ള, സ്ട്രെസ് ഒക്കെ ഉള്ള, അങ്ങനെ എടുക്കുന്ന, പെട്ടെന്ന് ചെറിയ കാര്യത്തിന് എടുക്കുന്ന ആളാണ്. അപ്പൊ ആള് സ്ട്രെസ്ഡ് ആയി. അപ്പൊ ആളെ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്, ആളെ ഓഫീസിൽ ഒരു പ്രസന്റേഷൻ ഉണ്ട് എന്നാണ്. അപ്പൊ നമ്മ ആ പ്രശ്നം എഴുതാം. പ്രസന്റേഷൻ ഇൻ ഓഫീസിൽ ഒരു പ്രസന്റേഷൻ ഉണ്ട് എന്നുള്ളതാണ് ആളെ പ്രശ്നം. ഇനി എന്ത് ചെയ്യുക, ആ പ്രശ്നം എന്താണ്, ആളുടെ മനസ്സിലെ തോട്ട്സ് ഉണ്ടല്ലോ, അതായത് എന്തൊക്കെയാണ് ആളുടെ മനസ്സിൽ കുറെ കാര്യങ്ങളാണല്ലോ അയാൾ സ്ട്രെസ്ഡ് ആക്കുന്നത്. ആ ഓരോ കാര്യങ്ങൾ എഴുതാം. ചിലപ്പോൾ അയാൾ വിചാരിക്കുന്നുണ്ടാവും നാളെ കൃത്യസമയത്ത് ഓഫീസിൽ എത്താൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നാളെ ഞാൻ ഇടാൻ പോകുന്ന ക്ലോത്ത്സ് ഇപ്പൊ ഈ പ്രസന്റേഷന് സ്യൂട്ട് ആയിട്ടുള്ള ക്ലോത്ത് ആയിരിക്കോ, അതോ ഇനി അത് ഒരു ഇതുണ്ടാവില്ല, ആ രീതിയിൽ ചിന്തിക്കുന്നുണ്ടാവില്ല. ഇപ്പൊ പ്രസന്റേഷൻ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റുമോ, ഇത്ര വലിയൊരു കുറെ ആൾക്കാരൊക്കെ ഉള്ളതാണ്, വലിയ പ്രോഗ്രാമാണ്, അപ്പൊ എന്നെ കൊണ്ട് അത് പറ്റുമോ, നന്നാവോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. സോ അതാണ് അയാളുടെ എന്തെന്ന് പറയുന്നത്, തോട്ട്സ് എന്ന് പറയുന്നത്, അയാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ. അപ്പൊ ആ പ്രശ്നം നമ്മൾ എഴുതി എന്താ, പ്രസന്റേഷൻ ഇൻ ഓഫീസ് എഴുതി. നെക്സ്റ്റ് ആളുടെ തോട്ട്സ് ഓരോന്നായിട്ട് എഴുതി. ഇപ്പൊ ഞാൻ 3 എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. നെക്സ്റ്റ് ആ ഓരോ പ്രശ്നങ്ങൾക്കുള്ള ആൻസേഴ്സ് നമ്മൾ കാണും. ഇപ്പൊ ടൈമിന്റെ പറഞ്ഞു, അപ്പൊ നമ്മൾ അതിനൊരു ആൻസർ കാണാം. കൃത്യമായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇത്ര മണിക്ക് ഇറങ്ങിയാലാണ് കൃത്യസമയത്തിന് നമ്മൾ ഓഫീസിൽ എത്തുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അലാറം സെറ്റ് ചെയ്ത് എണീക്കണം. അതിന്റേതായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ടൈം മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ആൻസർ കാണും. നെക്സ്റ്റ് പ്രശ്നം എന്താ, നമ്മൾ ഡ്രസ്സ് ശരിയാവും എന്നുള്ളതാവും. അപ്പോ എന്താ നമ്മൾ മനസ്സിലാക്കുക, ഒരു ഇങ്ങനെ പ്രസന്റേഷൻ വരുമ്പോ എല്ലാവരും കോമൺ ആയിട്ട് എന്ത് ഡ്രസ്സ് ഇടുക, അതുപോലത്തെ ഡ്രസ്സ് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ, അത് അയൺ ചെയ്ത് അതൊക്കെ സെറ്റ് ചെയ്ത് അതും സെറ്റ് ചെയ്ത് വെക്കുക. മൂന്നാമത്തെ പ്രശ്നം എന്താ, അപ്പൊ അതിനുള്ളൊരു ആൻസർ കണ്ടു. ഇനി മൂന്നാമത്തെ പ്രശ്നം എന്താ, പ്രസന്റേഷൻ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ട് എന്നെ മാനേജർ ആ പ്രസന്റേഷൻ ഏൽപ്പിച്ചു, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള അവരുടെ വിശ്വാസമായിരിക്കും. അങ്ങനെ നമ്മൾ അത് അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ ബൂസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു കോൺഫിഡൻസ് കൊടുക്കാം. അപ്പൊ അതിനുള്ള ഒരു ആൻസർ കിട്ടി. അപ്പൊ മൊത്തത്തിൽ ആ ഒരു പ്രോബ്ലത്തിനുള്ള മൊത്തത്തിൽ ഒരു ആൻസർ കിട്ടുമ്പോൾ അവിടെ എന്താ പറയാ, ആ പ്രശ്നം അല്ലെ ആ സ്ട്രെസ് സോൾവ് ആവുകയാണ്. ഇതാണ് എന്തെന്ന് പറയുന്നത്, ജസ്റ്റ് ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ് വെച്ചെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ അതിനൊരു ആൻസർ, ആ ക്വസ്റ്റ്യൻ നമ്മള് അലട്ടുന്ന ക്വസ്റ്റ്യൻസിനും അതിനൊരു ആൻസർ കിട്ടുമ്പോൾ ക്ലിയർ, ആ ഒരു മൊത്തത്തിലുള്ള പ്രശ്നം എന്താക്കാൻ പറ്റും, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ എന്തെങ്കിലും നമുക്ക് തന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, ആരുടെയെങ്കിലും ഒക്കെ ഹെൽപ്പ് വേണ്ട പ്രശ്നങ്ങളൊക്കെ ആണെച്ചെങ്കിൽ, ഇപ്പൊ ഫിനാൻഷ്യൽ ആയിട്ട് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആണെച്ചെങ്കിൽ നമുക്ക് നമ്മളുടെ ഫ്രണ്ട്സിനെ ആരെങ്കിലും കോൺടാക്ട് ചെയ്ത് അവരുടെ ഹെൽപ്പ് കൂടി കിട്ടുകയാണെങ്കിൽ അവരെ കൂടി കൂട്ടിയിട്ട് ആ പ്രശ്നം എന്താക്കാൻ പറ്റും, സോൾവ് ആക്കാൻ പറ്റും. അപ്പൊ ഇതാണ് എന്ത്, സ്ട്രെസ്സിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ അത് എങ്ങനെ നല്ല രീതിയിൽ പെട്ടെന്ന് ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ് വെച്ചെങ്കിൽ എങ്ങനെ നല്ല രീതിയിൽ സോൾവ് ആക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു ജസ്റ്റ് ഇത്. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോ ആ കാര്യങ്ങളെ അമ്മ പറഞ്ഞു. ഇനി അമ്മ പറയാൻ പോകുന്നത്, ഞാൻ പറഞ്ഞത്, അതായത് നേരത്തെ പറഞ്ഞത് എന്താ, ഒരു
ബേസിക് ആയിട്ട് എങ്ങനെ പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാ പറഞ്ഞത്. ഇനി കുറച്ച് ടിപ്സ്, അതല്ലാത്ത വേറെ കുറച്ച് ടിപ്സ് എന്തൊക്കെ നമുക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തേത് എന്ന് പറയുന്നത് ടേക്ക് കെയർ യുവർ സെൽഫ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ സ്വന്തമായിട്ട് കെയർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു സ്ട്രെസ് ആയ സിറ്റുവേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ടെൻഷൻ ആയ സിറ്റുവേഷനിലാണ് നമ്മൾ ഉള്ളത് വെച്ചെങ്കിൽ നമ്മള് അത് തന്നെ ആലോചിച്ചിരുന്ന് ഉറക്കമില്ല, ഫുഡും ഇല്ല, ഒന്നില്ലാതെ അതിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ ആ സ്ട്രെസ് മാറാന്നല്ലാതെ കൂടുതൽ നമ്മൾ അതിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ നമ്മളെ എനർജി ടൈം ഒക്കെ വേസ്റ്റ് ആവാന്നല്ലാണ്ട് വേറൊരു ഉപകാരം അതുകൊണ്ട് ഇല്ല. നമ്മളെ ഉറക്കൊഴിക്കുന്നത് കൊണ്ടോ ഫുഡ് തിന്നാതിരിക്കുന്നത് കൊണ്ടോ എന്താ ഒരു ഉപകാരം ഇല്ല. അപ്പൊ നമ്മള് അതിപ്പോ സ്ട്രെസ് ആയ സിറ്റുവേഷനിന്നല്ല, നമ്മൾ റെഗുലർ ആയിട്ടുള്ള റുട്ടീൻ എപ്പോഴും ഫോളോ ചെയ്യണം. അതിൽ കൃത്യമായിട്ട് നമ്മളുടെ ഉറക്കം ഒരു 7 to 9 hours ഒക്കെ ഡെയിലി എന്നും ഉറങ്ങുക. അതുപോലെ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ്, നമ്മളെ ബോഡിക്ക് ആവശ്യം, നമ്മളാണ് കെയർ ചെയ്യേണ്ടത്. അപ്പൊ നമ്മളെ എന്താ പറയാ ആവശ്യമായിട്ടുള്ള നല്ലൊരു ഡയറ്റ്, ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്ത് നമ്മളുടെ ഫുഡും അതുപോലെ തന്നെ നമ്മളുടെ ഉറക്കം കൃത്യമായി കൊണ്ടുപോവുക. ഉറക്കവും ഫുഡും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒഴിവാക്കിച്ചിട്ട് നമുക്കൊന്നും കിട്ടുന്നില്ല. അത് വീണ്ടും നമ്മളെ ഡൗൺ ആക്കുകയേ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മൾ ആ കാര്യം ഉറപ്പുവരുത്തുക. നമ്മൾ നമ്മളെ ബോഡി, അല്ലെങ്കിൽ അതിപ്പോ മെന്റലി ആയാലും ഫിസിക്കലി ആയാലും നമ്മളെ ബോഡി എപ്പോഴും കെയർ ചെയ്യുക. നമ്മളെ ബോഡിക്ക് എപ്പോഴും കെയർ കൊടുക്കുക. അപ്പൊ നമ്മളെ ബോഡിക്ക് കെയർ കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എന്താ, കൃത്യമായ ഉറക്കം വേണം. അതുപോലെ തന്നെ കൃത്യമായ നല്ല ഫുഡും കഴിക്കണം എന്നുള്ളത്. അപ്പോ ആ കാര്യം നമ്മൾ ഉറപ്പുവരുത്തുക. നമ്മൾ നമ്മളെ ബോഡി, ശരീരത്തെ നമ്മൾ നമ്മളെ തന്നെ എപ്പോഴും ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോ അത് നമ്മൾ ഉറപ്പുവരുത്തണം. ആൻഡ് സെക്കൻഡ് വൺ ഈസ് പ്രാക്ടീസ് റിലാക്സേഷൻ ടെക്നിക്സ് എന്നുള്ളതാണ്. അതായത് നമ്മൾ നമ്മളെ ബോഡി ഇപ്പൊ മെന്റലി ഓർ ഫിസിക്കലി നമ്മളെ ബോഡിക്ക് ബോഡി റിലാക്സ് ആവാൻ വേണ്ടി എന്തൊക്കെ ടെക്നിക്സ് ഉണ്ട്, അങ്ങനത്തെ ടെക്നിക്സ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അല്ലെങ്കിൽ അതൊക്കെ നമ്മളുടെ ലൈഫിൽ ഫോളോ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പൊ റിലാക്സ് ആക്കുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ കുറെ ഉണ്ട്. ഇപ്പൊ മെഡിറ്റേഷൻ, ഡീപ് ബ്രീത്തിങ്, യോഗ, അങ്ങനെ കുറെ കാര്യം. ഇപ്പൊ ഡീപ് ബ്രീത്തിങ് എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മളെ ബ്ലഡ് പ്രഷർ അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ബ്ലഡിൽ കുറെ സ്ട്രെസ് ഹോർമോൺസ് ഉണ്ട്. സോ അതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടും ഡീപ് ബ്രീത്തിങ് സഹായിക്കും. അപ്പൊ അങ്ങനെയുള്ള നമ്മളെ ബോഡിയെ മെന്റലി അല്ലെങ്കിൽ ഫിസിക്കലി എങ്ങനെയാണ് നമ്മളെ ബോഡി റിലാക്സ് ആക്കാൻ പറ്റുന്ന ടെക്നിക്സ് എന്തൊക്കെയാണ്, അങ്ങനത്തെ ടെക്നിക്സ് ഒക്കെ നോക്കിയിട്ട് അത് നമ്മളുടെ ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പൊ ഇപ്പൊ ഞാൻ ബ്രീത്തിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഓഫ് ബ്രീത്തിങ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു പേടിച്ച സിറ്റുവേഷൻ, അതായത് പെട്ടെന്നൊരു നായ വന്ന് നമ്മൾ പേടിച്ച്, അപ്പൊ നമ്മൾ എങ്ങനെ ബ്രീത്ത് ചെയ്യാം, നമ്മള് ചെസ്റ്റ് ബ്രീത്തിങ് ആ ചെയ്യാം. ആ ടൈപ്പ് അല്ല ചെയ്യാം. നേരെ മറിച്ച് അപ്പൊ അതൊരു എന്താ പറയാ, അതൊരു നെഗറ്റീവ് രീതിയിലുള്ളതാ. നിങ്ങള് ചെറിയ ഉണ്ണികൾ ഉറങ്ങുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവര് ഉറങ്ങുമ്പോൾ കാണുമ്പോൾ തന്നെ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു പീസ് അവിടെ ഉണ്ടാവും. അവരെ വയറ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം, അവര് ശ്വാസം എടുക്കുന്നതും വയറിങ്ങനെ പൊന്തുന്നതും താഴ്ന്നതും കാണാൻ പറ്റും. അപ്പൊ അവര് ചെയ്യുന്നത് എന്താ, ബെല്ലി ബ്രീത്തിങ് എന്ന് പറയണം. നമ്മളിവിടെ നേരത്തെ എടുത്തത് എന്താ, ചെസ്റ്റ് ബ്രീത്തിങ് ആണ്. സോ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, ഈ ചെസ്റ്റ് ബ്രീത്തിങ് നിന്ന് ബെല്ലി ബ്രീത്തിങ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അത് നമുക്കൊരു റിലാക്സേഷൻ കിട്ടുന്നതാണ്. അതെന്ന് പറയുന്ന ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു പീസ് അവിടെ കിട്ടുന്നു. ആ ബ്രീത്തിങ് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ വേറൊരു ബ്രീത്തിങ് ടെക്നിക്ക് ഉണ്ട്. അതായത് 4-7-8 ബ്രീത്തിങ് ടെക്നിക്ക് എന്ന് പറയും. അതായത് ഫോർ കുറച്ച് ഫോർ ഇപ്പൊ 4 പ്രാവശ്യം ശ്വാസം എടുക്കുക, 7 പ്രാവശ്യം ഹോൾഡ് ചെയ്യുക, അല്ലെ 4 സെക്കൻഡ് ശ്വാസം എടുക്കുക, 7 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, 8 സെക്കൻഡിൽ ആ ശ്വാസം പുറത്തേക്ക് വിടുക. ക്ലിയർ ആയി വിചാരിക്കും. അത് കുറച്ച് ശ്വാസം എടുത്തിട്ട് അതിന്റെ ഇരട്ടി ശ്വാസം പുറത്തേക്ക് വിടുകയാണ്. അതിന്റെ ഇടയിലുള്ള ഇതിൽ എന്ത് ചെയ്യുക, നമ്മൾ ഹോൾഡ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. അത് നമ്മളെ മൈൻഡിനെ റിലാക്സ് ആക്കാൻ പറ്റുന്ന ഒരു ബ്രീത്തിങ് ടെക്നിക്കാണ്. അപ്പോൾ ഡീപ് ബ്രീത്തിങ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനത്തെ രീതിയിലുള്ള ബ്രീത്തിങ് ടെക്നിക്സ് ഒക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ. ആൻഡ് തേർഡ് വൺ ഈസ് ഇംപ്രൂവ് യുവർ കോപ്പിംഗ് സ്കിൽസ് എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം നമ്മളുടെ എല്ലാവർക്കും ഒരുപാട് കഴിവുകളുണ്ട്. അത് കഴിവുകൾ ഇല്ലാത്ത ആരുമില്ല. എന്തിപ്പോ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എല്ലാരിലും ഓരോരോ കഴിവുകളുണ്ട്. അപ്പൊ നമ്മളിലുള്ള കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കി ആ കഴിവുകളെ ഇമ്പ്രൂവ് ചെയ്ത് അതിനെ ഒരു വലിയ കഴിവാക്കി മാറ്റാൻ ശ്രദ്ധിക്കുക. പലപ്പോഴും നമ്മളെ കഴിവുകൾ മനസ്സിലാക്കാതെ മറ്റുള്ളവരെ നോക്കാറാണ്. അവർക്ക് അങ്ങനെ ഉണ്ടല്ലോ, എനിക്കില്ല, അവര് അങ്ങനെ ചെയ്യാം, അവരെ പോലെ എനിക്ക് ചെയ്യാം, ആ രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കാറ്.
പക്ഷെ അങ്ങനെയല്ല. നമ്മളിലുള്ളത് ചെറുതാണെങ്കിലും ആ സ്കിൽസ് അതിനെ ഡെവലപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിനെ ഇംപ്രൂവ് ചെയ്ത് അത് വലിയ ഇതാക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ് ഹാപ്പി ആവുന്നത്, അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾ ഹാപ്പി ആവുക, അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇപ്പൊ പലർക്കും മ്യൂസിക് ഇഷ്ടമുള്ളവരാവും, അപ്പൊ അത് ചെയ്യുക. അല്ലെങ്കിൽ കുക്കിംഗ്, ഗാർഡനിങ്, അങ്ങനെ പലർക്കും പല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ എന്താ, അവർ എന്ത് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഹാപ്പി ആവുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ ചെയ്ത് അതിലൂടെ അവരുടെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് നമുക്ക് ഹാപ്പിനെസ്, റിലാക്സേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ അതാണ് പറയുന്നത്, ഇംപ്രൂവ് യുവർ കോപ്പിംഗ് സ്കിൽസ്. അതായത് നമ്മളുടെ ഓരോരുത്തരിലുള്ള കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കി ആ കഴിവുകൾ എന്ത് ചെയ്യുക, ഇംപ്രൂവ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആൻഡ് ഫോർത്ത് വൺ ഈസ് സ്റ്റേ പോസിറ്റീവ് എന്നുള്ളതാണ്. അതായത് നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക. അതായത് നമ്മുടെ ലൈഫിൽ പോസിറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നടക്കും, നെഗറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നടക്കും. അതിൽ പോസിറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ നല്ല എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ അതിനെ കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, നല്ലതിനെ കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാവാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മളിപ്പോ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് കുറെ സന്ദർഭങ്ങളും ഒരു നല്ല ഇതിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, നമ്മളുടെ പിന്നിൽ കുറെ സാഹചര്യങ്ങളും കുറെ ആൾക്കാരും അതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. സോ അങ്ങനത്തെ കാര്യങ്ങളോട്, അങ്ങനത്തെ ആൾക്കാരോട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള, അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാവാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നാച്ചുറായിട്ട് നല്ല കണക്റ്റഡ് ആവുക, നല്ല ഇൻസ്പയറിംഗ് സ്റ്റോറീസ് വായിക്കുക. അതുപോലെ തന്നെ മെഡിറ്റേഷൻ റെഗുലർ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുക. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് കിട്ടും, പോസിറ്റീവ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മളുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അത് നമ്മളുടെ കൺട്രോളിൽ നിൽക്കുന്നത്, എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എല്ലാം നമ്മളുടെ കൺട്രോളിലാണ്. എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇങ്ങനെ സ്ട്രെസ്സോ ടെൻഷനോ ഒന്നും ഇല്ലല്ലോ, ഒന്നും ഉണ്ടാവില്ല. എല്ലാം നല്ല രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാലോ. സോ എല്ലാം നമ്മളെ കൺട്രോളിലല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുന്നതിലൂടെ തന്നെ ഒരു പോസിറ്റീവ് കിട്ടും. ഓക്കെ. അപ്പോ എപ്പോഴും ഇങ്ങനത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് പോസിറ്റീവ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എത്രാമത്തത്, ഫോർത്ത് വൺ പറയുന്നത്. ആൻഡ് ഫിഫ്ത് വൺ ഈസ് ബിൽഡ് ഗുഡ് സോഷ്യൽ നെറ്റ്വർക്ക്സ് എന്നുള്ളതാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ കൂടെ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലിന്ന് ആയിക്കോട്ടെ, നമ്മളെപ്പോഴും ഹാപ്പി ആക്കുന്ന, നല്ലതായി നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെ എന്തുണ്ടാവുന്നത് വെച്ചിട്ട്, നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ ആയ സിറ്റുവേഷൻ ആണ് വെച്ചെങ്കിൽ അവിടെ ആരെയും, നമ്മളുടെ നല്ല സുഹൃത്തുക്കളോ നല്ല നല്ല ബന്ധങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു, നമ്മൾ ഒറ്റക്കാണ് എന്ന് തോന്നലുണ്ടാവില്ല. ആ ലോൺലിനെസ് നമുക്ക് ഫീൽ ചെയ്യില്ല. അതുപോലെ തന്നെ എന്താ പറയാ, നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ട് ഉണ്ടാവും. അവരുണ്ടെങ്കിൽ അത് അവര് പറഞ്ഞില്ലെങ്കിൽ തന്നെ നമ്മൾ അവർ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഇത് നമുക്കൊരു എന്താ പറയാ, ഒരു സ്ട്രെങ്ത് ആണ്, ഒരു സപ്പോർട്ടാണ്. ഇമോഷണൽ നമ്മൾ നല്ല സ്ട്രെങ്ത് ആയിട്ട് മാറും. അതുപോലെ തന്നെ നമുക്ക് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനുള്ള സ്കില്ല് കൂടും അങ്ങനത്തെ ആൾക്കാർ നമ്മളെ ചുറ്റുണ്ടെങ്കിൽ. അപ്പോ ഫിഫ്ത് വൺ പറയുന്നത് എന്താണ്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല ബന്ധങ്ങൾ ഈ സമൂഹത്തിൽ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളത്. അത് നമുക്ക് ഒരു എന്താ പറയാ, ഒരു ഹാപ്പിനെസ് ആണ് തരുന്നത് എന്നാണ് പറയുന്നത്. ആൻഡ് സിക്സ്ത് വൺ ഈസ് ലേൺ ടു സേ നോ എന്നുള്ളതാണ്. അതായത് നോ പറയാൻ പഠിക്കുക. നോ പറയാൻ പഠിക്കുക എന്ന് പറയുന്നത്, അതിൽ ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മളുടെ ലൈഫിൽ യെസ്, എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഓരോരുത്തരാണ്. അപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോ ഒരു ഫ്രണ്ട്, അയാൾക്ക് നമ്മ എപ്പോഴും ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. പക്ഷെ എന്താ, ഒരു സാഹചര്യത്തിൽ നമുക്കത് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവര് വന്ന് ചോദിച്ചപ്പോ നമുക്കത് പറ്റില്ല നമുക്കറിയാം. പക്ഷെ അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ആ ഒരു ബോണ്ട് ബ്രേക്ക് ആയി പോവോ, അങ്ങനത്തെ ചിന്തകള്, ആ ഒരു ഇതുകൊണ്ട് നമ്മൾ എന്ത് പറയും, അവിടെ നോ പറയില്ല, അവർക്ക് ചെയ്യും. അതിലൂടെ ആർക്കാണ് കൂടുതൽ റിസ്ക് വരിക, നമുക്ക് ഇരട്ടി റിസ്ക് നമ്മൾ തന്നെ അത് എടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ സിറ്റുവേഷൻസ് കൂടുതൽ അറിയുന്നത് ആരാ, മറ്റാരേക്കാളും ഏറ്റവും കൂടുതൽ അറിയുന്നത് നമ്മൾ ഓരോരുത്തർക്കാണ്. അപ്പൊ നോ പറയേണ്ട സ്ഥലം ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക, യെസ് പറയേണ്ട സ്ഥലം ഏതാണെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് നമ്മൾ അത് കൈകാര്യം ചെയ്യുക. ആ പറയേണ്ട സമയത്ത് പറയാതെ പിന്നെ വീണ്ടും വിഷമിച്ചിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ കൃത്യമായിട്ട് എവിടെയൊക്കെ നോ പറയണോ അവിടൊക്കെ നമ്മൾ നോ പറയുക. അത് നമുക്ക് ഇതുപോലെ ഹാപ്പിനെസ് ആൻഡ് ഒരു പീസ്ഫുൾ ആയിട്ട് ലൈഫ് തരുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് എന്ത്, നമ്മളെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്ട്രെസ് ഉള്ള സിറ്റുവേഷനിൽ അവൻ ചെയ്യേണ്ട കുറച്ച് ടിപ്സ്. ഒന്നും കൂടി ഞാൻ പറയാം. ഒന്നാമത്തെ, ടേക്ക് കെയർ യുവർ സെൽഫ് എന്നുള്ളത്. സെക്കൻഡ് വൺ ഈസ് പ്രാക്ടീസ് റിലാക്സേഷൻ ടെക്നിക്സ്. ആൻഡ് തേർഡ് വൺ ഈസ് ഇംപ്രൂവ് യുവർ കോപ്പിംഗ് സ്കിൽസ്. ഫോർത്ത് വൺ ഈസ്
stay positive, and fifth one is build a good social network. Sixth one is learn to say no എന്നുള്ളതാണ്. അപ്പോ നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈഫിൽ ഇങ്ങനത്തെ എന്തെങ്കിലും സാഹചര്യമൊക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ ഈ ടിപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതല്ല നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു സിറ്റുവേഷൻ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഡോക്ടറൊക്കെ കാണിച്ചിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക. അവിടെ നമ്മൾ പിടിച്ചു നിന്ന് നമുക്കറിയാം പറ്റില്ല എന്ന് അറിഞ്ഞിട്ടും വീണ്ടും പിടിച്ചു നിൽക്കുമ്പോൾ അത് വീണ്ടും നമ്മളെ ഡൗൺ ആക്കി ചെയ്യുള്ളൂ. അങ്ങനത്തെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ചേൾസി ഏരിയോ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, സ്ട്രെസ് ആക്ട് ആസ് എൻ ആക്സിലറേറ്റർ. ഇറ്റ് എയ്തർ പുഷ് യു ഫോർവേഡ് ഓർ ബാക്ക്വേർഡ്, ബട്ട് യു ചൂസ് ദി ഡയറക്ഷൻ എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു ആക്സിലേറ്റർ പോലെയാണ്. അത് ചിലപ്പോൾ നമ്മളെ മുന്നോട്ട് വലിക്കും അല്ലെങ്കിൽ പുറകോട്ട് വലിക്കും. പക്ഷെ ഏത് ഡയറക്ഷനിൽ പോകണം എന്ന് ചൂസ് ചെയ്യേണ്ടത് ആരാ? നമ്മൾ ഓരോരുത്തരാണ്. അതായത് ഇപ്പൊ സ്ട്രെസ് ഉണ്ടായാല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുഡും ഇല്ല ഉറക്കവും ഇല്ലാതെ അതിൽ തന്നെ ആലോചിച്ചിരുന്ന് നമുക്ക് ഡൗൺ ആവാം. നേരെ മറിച്ച് ഇങ്ങനെ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലത്തെ ടിപ്സ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അതിനെ കൺട്രോൾ ചെയ്ത് നമുക്ക് നല്ലൊരു ഹാപ്പി ആൻഡ് പീസ്ഫുൾ ലൈഫ് ഉണ്ട്. ഏത് ഡയറക്ഷനിലേക്ക് പോകണം എന്നുള്ളത് ആരാ തീരുമാനിക്കേണ്ടത്? നമ്മൾ ഓരോരുത്തരാണ്. ഓക്കെ, അപ്പോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോൾ ഒരു നല്ല ഡയറക്ഷൻ ചൂസ് ചെയ്യാൻ പറ്റട്ടെ. എല്ലാവർക്കും ഒരു ഹാപ്പി ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഗ്രേറ്റ്. സന്തോഷം ഫൈസ. തീർച്ചയായിട്ടും സ്ട്രെസ്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ സംസാരിച്ചു വെച്ചത്. അപ്പോൾ നേരത്തെ നമ്മൾ ഇൻട്രൊഡക്ഷനിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ സ്ട്രെസ് ഇല്ലാത്ത ആരുമില്ല. എന്നാൽ സ്ട്രെസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൂളായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ആ സ്ട്രെസ്സിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള വേസ് പോലും നമ്മൾ സാധാരണ ചെയ്യാറില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് സ്ട്രെസ് ലെവൽ കൂടുന്നത്. ഒരു ഉദാഹരണത്തിന് എക്സസൈസ് ചെയ്യാം. എക്സസൈസ് ചെയ്യണമെന്ന് അറിയാത്ത ആരുമില്ല അല്ലെ? എല്ലാവർക്കും അറിയാം. നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം എക്സസൈസ് ചെയ്യണം എന്നുള്ളത്, വിശേഷം ഇന്നത്തെ കാലത്ത് അല്ലെ? അപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത സമയത്ത് ഈ പഴയ ആൾക്കാരുടെ പ്രോഗ്രാമാണ്. ഇന്നലെ ഒരു പഴയ തലമുറയിലുള്ള ആളുകൾ ഒക്കെ ഉണ്ടായിരുന്നു, കുറച്ച് 60 വയസ്സ് 70 വയസ്സൊക്കെ ഉള്ള. അപ്പൊ അവര് പറയാണ്, ഞങ്ങൾക്ക് പണ്ടത്തെ കാലത്ത് ഞങ്ങൾക്ക് റീചാർജ് ചെയ്യണ്ട, മൊബൈൽ ഫോൺ ഇല്ലല്ലോ, ഞങ്ങൾക്ക് റീചാർജ് ചെയ്യണ്ട, ഞങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ബില്ല് അടക്കണ്ട. കാരണം എന്താണ്? കറണ്ട് ഇല്ലല്ലോ. അതേപോലെ തന്നെ വാഹനങ്ങളില്ല അല്ലെ? അങ്ങനെ തുടങ്ങി നമ്മൾ ഇന്ന് കാണുന്ന കുറെ സൗകര്യങ്ങളൊന്നും ഇല്ല അന്ന്. പക്ഷെ ഇന്ന് സൗകര്യങ്ങൾ കൂടിയപ്പോൾ ചിലപ്പോൾ നമുക്ക് സ്ട്രെസ് കൂടിയിട്ടുണ്ടാവും. അന്ന് അവര് പാടത്തേക്ക് പോകുന്നു, പാടത്ത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുന്നു, വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരുന്നു, കുറച്ച് കാര്യങ്ങളെയൊക്കെ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഒരു സ്ട്രെസ് ഫ്രീ ലൈഫൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ പങ്കുവെച്ചു. വളരെ സുന്ദരമായിട്ടുള്ള ഒരു കാലത്തെ കുറിച്ചൊക്കെ അവരിങ്ങനെ പറയാണ്. ഇന്ന് നമുക്ക് സൗകര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോ നമുക്ക് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്, നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനൊക്കെ ആകെ ഒരു മൈൻഡേ നമുക്കുള്ളൂ. അപ്പോ അത് കൂളായിരിക്കുക, അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പൊ അതിലേക്ക് ഏറ്റവും നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള, നമ്മൾ പലപ്പോഴും മെഡിസിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് അല്ലെ? എന്ത് വരുമ്പോഴും നമ്മൾ ആലോചിക്കുന്നത് ഡോക്ടറെ കാണാം, അതല്ലെങ്കിൽ അതിനെന്താണ് ഒരു വഴി, എളുപ്പവഴി എന്താണ്, ഒറ്റമൂലി എന്താണ് എന്നൊക്കെയാണ് ആലോചിക്കുക. അപ്പൊ നമ്മുടെ ലൈഫിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് സ്ട്രെസ് കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. എക്സസൈസ് ചെയ്ത് കുറച്ചൊരാഴ്ച നിങ്ങൾക്ക് തന്നെ ഒരു മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് കൺട്രോൾ ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ കോർട്ടിസോള്, എപ്പിനെഫ്രിൻ തുടങ്ങിയിട്ടുള്ള ഹോർമോണുകളാണ് ശരിക്കും ഈ സ്ട്രെസ് ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? സ്ട്രെസ് ഉണ്ടാക്കുന്ന ഹോർമോണുകളാണ്. ഇങ്ങനെ കുറെ ഹോർമോണുകൾ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതിനെയൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് ഇത്തരത്തിലുള്ള എക്സസൈസ് ആവട്ടെ, സ്ലീപ്പ് ആകട്ടെ, റിലാക്സേഷൻ ടെക്നിക്കുകളാകട്ടെ, അതേപോലെ തന്നെ നമ്മളുടെ ഹെൽത്തി ഫുഡ്സ് ആകട്ടെ, മൈൻഡ്ഫുൾനെസ് ആകട്ടെ, ഇങ്ങനെ തുടങ്ങിയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമ്മളൊക്കെ അവോയ്ഡ് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ പകർത്തിയാൽ തന്നെ നമുക്ക് കുറച്ചുകൂടിയൊക്കെ മനോഹരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ അതിനുള്ള ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ഡിസിഷൻ എടുക്കുകയും
അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ജീവിതത്തിന്റെ ക്രമത്തെ ഒന്ന് മാറ്റുക എന്നുള്ളതാണ്. ഇപ്പൊ ആകെ ഡിസോർഡറാ, ഒരു ഒരു ഡിസോർഡർ ആയിട്ടാണ് മൊത്തത്തിലേ കിടക്കുന്നത്. എപ്പോ എഴുന്നേൽക്കണം, എപ്പോ ഉറങ്ങണം, എപ്പോ ഭക്ഷണം കഴിക്കണം, എത്ര സമയം ഉറങ്ങണം, എത്ര സമയം മൊബൈൽ നോക്കണം, ഇതിനൊന്നും യാതൊരു നിയന്ത്രണവും ഇല്ല. വലിയ ആൾക്കാരായല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ അടിക്കാൻ ആരില്ല, നമ്മളോട് ചോദിക്കാനും ആരില്ല, നമ്മളെ ഇഷ്ടം പോലെയാണ്. അപ്പൊ ആയതുകൊണ്ട് തന്നെ നമ്മൾ തോന്നിയ പോലെയാണ് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുന്നത്. അപ്പൊ കുറച്ചും കൂടി ഒരു അടുക്കവും ചിട്ടയൊക്കെ ആയി, ഒരു ക്രമമായി, അത് ഒരു റൂട്ടീനൊക്കെ കൊണ്ടുവന്ന് നല്ല രീതിയിൽ നമ്മൾ അതിനെ ക്രമപ്പെടുത്തി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിൽ ഫൈസ മാം പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ തന്നെയാണ് മുന്നിട്ടിറങ്ങേണ്ടത്. നമ്മൾ മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സ്ട്രെസ് ഫ്രീ ലൈഫ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് സ്ട്രെസ് കൊടുക്കാതെയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അല്ലെ? അതൊരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ. നമ്മൾ സ്ട്രെസ് ചെയ്യുന്നത് നന്നായിട്ട് ഒഴിവായി, എന്നിട്ട് മറ്റുള്ളവർക്ക് നമ്മൾ സ്ട്രെസ് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അപ്പോ വർക്ക് പ്രഷർ നമ്മൾ കൊടുക്കാതിരിക്കുക, അല്ലെ? നമ്മളൊരു ടീച്ചർ ആണെങ്കിൽ കുട്ടികൾക്ക് സ്ട്രെസ് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു മാനേജർ ആണെങ്കിൽ എംപ്ലോയീസിന് എങ്ങനെ പ്രഷർ കൊടുക്കാതിരിക്കുക, അല്ലെ? അപ്പൊ അങ്ങനെ നമ്മളും മാറുക, അവർക്കും കുറച്ചുകൂടി സ്ട്രെസ് ഫ്രീ ആയിട്ടൊക്കെ ഉള്ള ലൈഫ്. ഞാൻ ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഈ ഫോറിൻ കമ്പനികളിലൊക്കെ കുറച്ചുകൂടി വർക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒരു വർക്ക് അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അങ്ങനെ പ്രഷർ ഉണ്ടാവില്ല നമുക്ക്. ഇത് ഓരോരുത്തർക്കും അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ടൈമിനനുസരിച്ചിട്ട് അവർ ചെയ്യാം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നമ്മൾ ഇന്ത്യൻ അതല്ലെങ്കിൽ മലയാളി കമ്പനികളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പ്രഷർ ആയിരിക്കും, ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ തള്ളലായിരിക്കും. മാക്സിമം പിഴിഞ്ഞെടുക്കാന്ന് പറയില്ല എന്നതുപോലെ തന്നെ. അപ്പോൾ ഇന്ന് നമ്മൾ സൈക്കോളജി ഒക്കെ വളർന്ന് ഡെവലപ്പ് ആയ സമയത്ത് പുതിയ പുതിയ ബ്രാഞ്ചുകളൊക്കെ വന്നു. ഇപ്പൊ ഇൻഡസ്ട്രിയൽ സൈക്കോളജി, അല്ലെ? ഓർഗനൈസേഷണൽ സൈക്കോളജി ഒക്കെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 ഓർഗനൈസേഷൻ അതല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി ഒക്കെ നിലനിൽക്കുന്നത് അതിൽ ആളുകൾ ഉണ്ടായതുകൊണ്ടാണ്. നമ്മളൊരു ഷോപ്പ് തുടങ്ങി, ആ ഷോപ്പിൽ ഒരു 5 സ്റ്റാഫ് ഉണ്ടെങ്കിൽ ഈ സ്റ്റാഫിന്റെ ഹെൽത്തും ഈ സ്റ്റാഫിന്റെ ആറ്റിറ്റ്യൂഡും ഈ സ്റ്റാഫിന്റെ എബിലിറ്റിയും ഒക്കെ ആ ഒരു ഷോപ്പിന്റെ വളർച്ചയ്ക്ക് പ്രധാനമാണ്, അല്ലെ? അപ്പോ അതേപോലെ തന്നെ അവരുടെ മൈൻഡ് സെറ്റ് ആവട്ടെ, അങ്ങനെ തുടങ്ങി ഏത് വിഷയമാകട്ടെ, അപ്പൊ അവിടെ ഒരു മാൻ പവറിന് ഇമ്പോർട്ടന്റ് കൊടുക്കുക എന്നുള്ളത് ഏത് സ്ട്രാറ്റജി നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അവിടെ ആ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ മാനസികാവസ്ഥ ആ ഒരു ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന്, അതിന് മുന്നോട്ട് പോകുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നമ്മളുടെ ജീവിതത്തിലും അതേപോലെ തന്നെ നമ്മളുടെ ചുറ്റുപാടുമുള്ള ആളുകളിലേക്കും നമുക്ക് കൊടുക്കാൻ സാധിക്കുക. സ്ട്രെസ് ആയിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരുടെ ജീവിതത്തിൽ കുറച്ചും കൂടിയും സുഖകരമാക്കുക. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ നിർവഹിക്കുക. ഇപ്പൊ നമ്മളെല്ലാവരും ചിലപ്പോൾ സൈക്കോളജിസ്റ്റുകളോ കൗൺസിലേഴ്സോ ഒന്നും ആയിരിക്കണമെന്നില്ല. പക്ഷെ നമ്മൾ സോഷ്യൽ വർക്കേഴ്സ് ആയിരിക്കും കുറെ ആളുകളൊക്കെ, അല്ലെ? സോഷ്യലൊക്കെ പല സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്നവരോ അതല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലുമൊക്കെ പിന്നെ ഇപ്പൊ കുടുംബപരമായി അതല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോ കൂടുതലായിട്ടും നമ്മൾ സ്കൂളിലെ അലുമിനികളൊക്കെ കൂടുന്ന സമയത്ത് അവിടെയൊക്കെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നിർവഹിക്കാറുണ്ട്. അപ്പൊ മനുഷ്യരുമായിട്ട് കൂടുതൽ ഇടപെടേണ്ടിയൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർക്ക് ഒരു സാന്ത്വനം, സേവനം എന്നൊക്കെയുള്ള രൂപത്തിൽ നമ്മൾ ആളുകളുമായിട്ട് സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും ഒക്കെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കയ്യിൽ ഒതുങ്ങാതെ വരുമ്പോഴാണ് നമ്മൾ സൈക്കോളജിസ്റ്റിനെ നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ടി വരിക. അപ്പൊ അവര് അതിനനുസരിച്ചിട്ടുള്ള തെറാപ്പികളും കാര്യങ്ങളൊക്കെ കൊടുക്കും. പക്ഷെ നോർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതാണ്. സ്ട്രെസ് സത്യം പറഞ്ഞാൽ നമ്മൾ യൂസ്ട്രെസ് പറഞ്ഞല്ലോ, അല്ലെ? യൂസ്ട്രെസ്, അല്ലെ ഫൈസ മാം? യൂസ്ട്രെസ് എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രെസ് ആണ്, അല്ലെ? അപ്പോ നല്ല സ്ട്രെസ് ഉണ്ടെങ്കിലേ പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ തോന്നുള്ളൂ, അല്ലെ? യൂസ്ട്രെസ് ഇല്ലെങ്കിലും പ്രശ്നമാണ്. അപ്പൊ സ്ട്രെസ് ഒരു നിലക്ക് നല്ല തന്നെയാണ്, ബട്ട് ഇൻ ബിറ്റ്വീൻ നിൽക്കുക എന്നുള്ളതാണ്. കൂടുതലാകുമ്പോൾ ആണ് അതിന്റെ ഒരു പ്രശ്നം വരിക, അതല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ലെവലിലേക്ക് പോകുമ്പോഴാണ് അതിന്റെ ഒരു പ്രശ്നം വരിക. അപ്പോൾ സ്ട്രെസ്സുകളെ മാനേജ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാൻ നല്ലതാണ് ഓവറോൾ ഇവിടെ മാം പറഞ്ഞു വെച്ചത്. അപ്പൊ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ചോദിച്ചതിന് ശേഷം നമുക്ക് വൈൻഡപ്പിലേക്ക് പോവാം കേട്ടോ.
സംശയം ഹലോ ഉണ്ടെങ്കിൽ പറഞ്ഞോ. മാം, പിന്നെ ഈ സ്ട്രെസ് മാനേജ്മെന്റിന്റെ ടിപ്സ് പറഞ്ഞല്ലോ, അതൊന്ന് സ്ലോവിൽ പറഞ്ഞ അന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ച് ചിലത് മിസ് ചെയ്യുന്നുണ്ട്. എത്ര ഒരു 5 ടിപ്സ് എത്ര ടിപ്സ്? 6 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഒന്നാമത് ടേക്ക് കെയർ യുവർ സെൽഫ്. ഓക്കെ സെക്കൻഡ് പ്രാക്ടീസ് റിലാക്സേഷൻ ടെക്നിക്സ്. ഓക്കെ തേർഡ് ഇംപ്രൂവ് യുവർ കോപ്പിംഗ് സ്കിൽസ്. ഏതാണ് ഇംപ്രൂവ്? യുവർ കോപ്പിംഗ് സ്കിൽസ്, അതായത് നമ്മളെ സ്കിൽസ് നമ്മൾ ഇംപ്രൂവ് ചെയ്യാന്നുള്ളത്. ഓക്കെ ഓക്കെ ഫോർത്ത് വൺ സ്റ്റേ പോസിറ്റീവ്. പോസിറ്റീവ്. ഓക്കെ ഫിഫ്ത്ത് ബിൽഡ് എ ഗുഡ് സോഷ്യൽ നെറ്റ്വർക്ക്. ഓക്കെ സിക്സ്ത് വൺ ലേൺ ടു സേ നോ. learn to say no. Okay, shukran, thank you. താങ്ക് Okay. മറ്റാർക്കെങ്കിലും യു. സംശയങ്ങളോ അതല്ലെങ്കിൽ ഫീഡ്ബാക്കോ പറയാനുണ്ടെങ്കിൽ പറയാം. അതിനുശേഷം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. എനിക്ക് ഫീഡ്ബാക്ക് പറയാനുള്ള അടിപൊളി ക്ലാസ് ആയിരുന്നു. എല്ലാവരും ഇന്നത്തെ കാലത്ത് ഏറ്റവും അഭിമുഖീകരിക്കുന്ന ജോലിയിലായാലും കുടുംബത്തിലായാലും ഒക്കെ സ്ട്രെസ് എന്നുള്ള ഫേസിൽ സാറ് പറഞ്ഞ പോലെ തന്നെ സ്ട്രെസ് ഇല്ലാത്തവരായി ആരുമില്ല. പക്ഷെ അത് എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യാനും പറഞ്ഞ പോലെ തന്നെ എക്സസൈസ് ചെയ്താൽ സ്ട്രെസ് കുറയും എന്നുള്ളതും എല്ലാവർക്കും അറിയാം. പക്ഷെ ആരും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോ അതിനുള്ള വഴികളൊക്കെ നമ്മൾ കണ്ടെത്തുക, പറഞ്ഞ ടിപ്സ് ഒക്കെ പരമാവധി പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരിക. പിന്നെ നല്ല ക്ലാസ് ആയിരുന്നു. അതിൽ ഏറ്റവും പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയ 6 ടിപ്സില് പിന്നെ നോ എന്ന് പറയാൻ പഠിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പല ആളുകളും പെട്ടുപോകുന്ന അവിടെയാണ്. എല്ലാം ഏറ്റെടുക്കും, അവസാനം ഏറ്റെടുത്തൊക്കെ നമ്മൾ ചെയ്യും, പക്ഷെ ചെയ്തതൊക്കെ നമ്മൾ ഇല്ലാതാക്കുന്ന രീതിയിൽ അവരെ പിന്നെ ലാസ്റ്റ് പ്രാഗി എല്ലാം ഏൽപ്പിക്കും. ആദ്യം തന്നെ പറഞ്ഞാൽ മതി. എനിക്ക് ആവാത്ത സംഗതിയാണെങ്കിൽ അതും വലിയൊരു പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടിപ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൽ ഏറ്റവും ഇതായിട്ടുള്ള 6ാമത് പറഞ്ഞ ലേൺ ടു സേ നോ. ഓക്കെ, ഏതായാലും വളരെയധികം നന്ദി, താങ്ക് യു. ഞാൻ ഡ്യൂട്ടിക്ക് ഇടയിലും ജോയിൻ ചെയ്ത് ഈ ഒരു വിഷയം വളരെയധികം പ്രധാനമുള്ളതുകൊണ്ടും ഒക്കെയാണ്. ഏതായാലും ശുക്രൻ, താങ്ക് യു. ഫൈസൽ സാറിനും അതുപോലെ തന്നെ ക്ലാസ് എടുത്ത. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സമീർ സാർ. ഇത് വളരെ കറക്റ്റ് ആണ് ഇവിടെ സമീർ സാർ പറഞ്ഞത്. അതായത് ചില ആളുകൾക്ക് ഈ നോ പറയാന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. ഇതൊരു കൂട്ടുകാരുണ്ട് അതേപോലെ, അവന് ആരെന്ത് പറഞ്ഞാലും ഏറ്റെടുക്കും. അവൻ അത്ര തിരക്കുള്ള ആളാണെങ്കിലും എല്ലാം ഏറ്റെടുക്കും. ഒരാളോട് നോ പറയാൻ ഭയങ്കര പ്രശ്നമാണ്. ഒരു സുപ്രഭാതത്തിൽ ഇവനെ കാണില്ല, ഇവനൊക്കെ ഒരു വിവരവും ഇല്ല. അവസാനം ഇവന് ആകെ സ്ട്രെസ്ഡ് ആയിട്ട് ഇവന് ആളുകളെ പിന്നെ അഭിമുഖീകരിക്കാൻ പറ്റാതെ, കാരണം വർക്കുകൾ ഓരോരുത്തരോട് ഏറ്റെടുത്ത് ഞാനത് ചെയ്തുതരാം, നാളെ മറ്റേത് ചെയ്തുതരാം എന്ന് പറഞ്ഞ അവസാനം ഇവൻ ആ സ്ട്രെസ്ഫുൾ ആയ അവസാനം പിന്നെ കുറച്ചൊരാഴ്ച കഴിഞ്ഞപ്പോഴാണ് വീണ്ടും പൊന്തിയത്. മനസ്സിലായത്? അത് നോ പറയാൻ പറ്റാത്തതിന്റെ ഒരു പ്രശ്നമാണ്. എന്നാൽ ഇതിന്റെ തന്നെ വേറൊരു സൈഡ് ഉണ്ട് കേട്ടോ. അതായത് ടേക്ക് റിസ്ക്സ് എന്ന് പറയുന്നത്, അല്ലെ, ടേക്ക് റിസ്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സംഭവം തന്നെയാണ്, അല്ലെ? ഇപ്പൊ നമ്മള് ഒരു ചാലഞ്ച് ഏറ്റെടുക്കുക, ഒരു റിസ്ക് ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു സ്ട്രെസ് സംഭവമാണ് ശരിക്കും, അല്ലെ? മൾട്ടിപ്പിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാന്നൊക്കെ പറയുന്ന ഒരു സ്ട്രെസ്സിന്റെ ഭാഗമാണ്. പക്ഷെ അതിനോട് നേരത്തെ പറഞ്ഞ കോപ്പിംഗ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ അതിലൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിനോട് അഡാപ്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ള ഒരു സംഭവം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് പലപ്പോഴും അറിയാറില്ല. അതാണ് അവിടെ പ്രധാനമായിട്ട്. ഇപ്പൊ നമ്മളൊരു ബിസിനസ്സിലേക്ക് വന്നു, ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് റിസ്ക് എടുക്കുക. ഞാൻ കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് ഞാൻ ഇത്രേ ഉള്ളൂ, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവാം, അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും റിസ്ക് എടുക്കാതെ സ്ട്രെസ് ആവാതെ ചിലപ്പോൾ ആൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, അല്ലെ? അവിടെ സ്ട്രെസ് എടുക്കേണ്ടി വരും. പക്ഷെ ആ സ്ട്രെസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യണം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ദിവസവും നമുക്ക് സ്ട്രെസ് ഉണ്ടാവും. ഇപ്പൊ നമ്മള് ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകും. ഇപ്പൊ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പഠിക്കാൻ പോവുക, തിരിച്ചു വരിക, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, അത്രേ പരിപാടിയുള്ളൂ. പക്ഷെ ആ ഒരു കുട്ടി കുറച്ച് വളർന്ന് വലുതായി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് സ്ട്രെസ് കൂടി വരും, അല്ലെ? കല്യാണം കഴിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്യേണ്ടി വരും. ഓരോ ദിവസവും ആകെ 24 മണിക്കൂറിനല്ലേ കിട്ടുന്നുള്ളൂ. വളരുന്നതിനനുസരിച്ച് 24, 54 അങ്ങനെ കൂടുന്നില്ലല്ലോ.
അപ്പൊ ഈ ടൈമിനുള്ളിൽ നമ്മൾ ഇതെല്ലാം മാനേജ് ചെയ്യേണ്ടി വരും അല്ലെ. നമ്മളുടെ സ്നേഹം കാത്ത് വൈഫ് നിൽക്കുന്നുണ്ടാവും, കുട്ടികൾ നിൽക്കുന്നുണ്ടാകും, ഭാര്യ നിൽക്കുന്നുണ്ടാവും, ഭർത്താവ് നിൽക്കുന്നുണ്ടാവും, പാരന്റ്സ് ഉണ്ടാകും, സോഷ്യലി നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കും. ഇങ്ങനെ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ ടൈമിങ് നമ്മൾ കൊടുക്കേണ്ടി വരും. നമ്മുടെ മനസ്സ്, സാന്നിധ്യം, ഇതെല്ലാം നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പക്ഷെ ഇതിനെ നമ്മൾ പതുക്കെ പതുക്കെ മാനേജ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നിടത്താണ് നമ്മുടെ വിജയം. അപ്പോൾ ആ മാനേജ്മെന്റ്, ആ ഒരു കോപ്പിംഗ് സ്കില്ല് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പൊ അതിനെ നമ്മൾ വളർത്തി കൊണ്ടുവരിക. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഒഴിഞ്ഞു മാറി നിൽക്കലല്ല സ്ട്രെസ്സിൽ നിന്ന് മാറല്, പക്ഷെ പലതും നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും അല്ലെ. നമ്മൾ ഇപ്പോ ഫായിസ് സ്കൂളിൽ, കോളേജിൽ പഠിക്കുന്ന ഒരാളാണ്. കോളേജിൽ ചിലപ്പോ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ചിലപ്പോ ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ ചെയ്യേണ്ടി വരും, ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ പങ്കെടുക്കേണ്ടി വരും അല്ലെ. അപ്പോ Yes. ഏറ്റവും സുഖം എന്താണ്? സ്ട്രെസ് ഫ്രീ ആകാൻ. ഞാൻ അതിലൊന്നും പോണില്ല, സ്ട്രെസ് ഫ്രീ ആയല്ല എന്നത് മാത്രമല്ല, അതല്ല സ്ട്രെസ് ഫ്രീ ആവുക എന്ന് പറഞ്ഞാൽ, മറിച്ച് അതും കൂടി ഏറ്റെടുത്തിട്ട് ഇത് രണ്ടും കൂടി എങ്ങനെ ഞാൻ മാനേജ് ചെയ്ത് കൊണ്ടുപോകും, അവിടെയാണ് സക്സസ് അല്ലെ. അപ്പൊ അതിനെയും കൂടി മാനേജ് ചെയ്ത്, ഇപ്പോ കല്യാണം കഴിച്ച പ്രശ്നമാണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ മാറി നിൽക്കുകയാണ്, അവരെയും കൂടി നോക്കണമല്ലോ, സ്ട്രെസ് ഫ്രീ. അങ്ങനല്ല അല്ലെ. കല്യാണം കഴിക്കുക, അവരെയും കൂടി നോക്കേണ്ട ഉത്തരവാദിത്വം, അതെങ്ങനെ നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം, അതിനുള്ള സൊല്യൂഷൻസ്, അതിനുള്ള അഡാപ്റ്റബിലിറ്റി അങ്ങനെയൊക്കെ ഉണ്ടാകും എന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കി പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി തന്നെ അതിനെ സമീപിച്ച് നമ്മൾ അതിൽ ആ സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്ത്, അപ്പൊ ആ സ്കില്ല് എന്ന് പറയുമ്പോൾ സോഫ്റ്റ് സ്കില്ലുകൾ എല്ലാം, ഒത്തിരി സോഫ്റ്റ് സ്കില്ലുകൾ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, ഈ സ്കില്ലുകളൊന്നും നമ്മളെ പഠിപ്പിക്കുന്നില്ല, ആരെയും പഠിപ്പിക്കുന്നില്ല അല്ലെ, സ്കൂളിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് കണ്ടറിഞ്ഞ് പഠിക്കേണ്ടതും നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളെ കുട്ടികളൊക്കെ പഠിപ്പിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇല്ലെങ്കിൽ സ്ട്രെസ് വരൂലേ? വരും. ആരെങ്കിലും അടുത്തൊന്ന് പോയിട്ട് സംസാരിക്കാൻ, മാനേജറോട് ലീവ് ചോദിക്കാൻ പറ്റുന്നില്ല, പേടി, സ്ട്രെസ് വരൂലേ? ഇപ്പുറത്താണെങ്കിൽ അനിവാര്യമായിട്ട് പോകേണ്ട ഒരു സന്ദർഭമാണ്, അപ്പൊ ഇവിടെ സംസാരിക്കാൻ പറ്റുന്നില്ല, ചോദിക്കാൻ പറ്റുന്നില്ല, സ്ട്രെസ് വരും. അപ്പൊ ഇങ്ങനെ തുടങ്ങിയിട്ട് ചെറിയ ചെറിയ നമ്മളുടെ സ്കില്ലുകൾ തന്നെ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് തന്നെ നേരത്തെ പറഞ്ഞ സെൽഫ് അക്സെപ്റ്റൻസ് വരും. സെൽഫ് അക്സെപ്റ്റൻസ് അതൊരാൾക്ക് ഒരു പിന്നെ ഗാദറിംഗിലേക്ക് പോകാൻ പറ്റുമോ? പോകാൻ പറ്റും. ഒരു കല്യാണത്തിന് പോകാൻ പറ്റുമോ? ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, എനിക്ക് കല്യാണത്തിന് പോകാൻ പറ്റുമോ? ഞാൻ ഇല്ല എന്ന് പറയാ. ഞാൻ എന്താ പറയാ? എനിക്ക് പറ്റൂല, ഞാൻ ഇല്ല എന്ന് പറയും. അപ്പൊ സെൽഫ് റെസ്പെക്ട് ഇല്ല, സെൽഫ് ലവ് ഇല്ല, സെൽഫ് എസ്റ്റീം ഇല്ല. ഇതൊക്കെ വരുമ്പോഴേ സെൽഫ് അവയർനെസ് ഉണ്ടാവുള്ളൂ. നമുക്ക് നമ്മളെ കുറിച്ചൊരു ബോധ്യം ഉണ്ടാവണം. ഇതൊക്കെ സ്ട്രെസ് ഫ്രീ ആക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പോ ഇതൊന്നും നമുക്കില്ല, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇതേപോലെ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ഇരുന്ന് നമ്മളെ തന്നെ കുറിച്ചൊന്ന് ആലോചിക്കുക. എന്താണ് ഞാൻ എന്താണ്, എന്റെ പ്രശ്നം എവിടെയാണ് കിടക്കുന്നത് എന്ന് ആലോചിച്ചാൽ തീരുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളെ തന്നെ ഒന്ന് ആറ്റിക്കുറുക്കി എടുക്കുക. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പൊ അതിന് പകരം നമ്മളെ കുറിച്ചൊന്ന് ആലോചിക്കുക, നമുക്ക് എവിടെയാണ് പ്രശ്നം കിടക്കുന്നത് എന്നതൊക്കെ ഒന്ന് ആലോചിച്ച് നമ്മളെ തന്നെ ഒന്ന് ശരിപ്പെടുത്തിയാൽ തീരാവുന്നതേ, നമ്മൾ കയ്യിൽ നിൽക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ആ രീതിയിലൊക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക. ഓക്കെ, താങ്ക് യു ഷമി സർ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടം വരെ എത്തിച്ചത്. അടുത്തത് ആരാണ് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഫൈസൽ സാർ, ആരും ഇല്ലെങ്കിൽ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ കൂടി. ഫീലിംഗ് ഓവർവെൽംഡ് എന്നാണല്ലോ ഇപ്പൊ നമ്മളെ ഇതില് ടെക്സ്റ്റ് ആയിട്ട് കണ്ടത്. ഈ ഓവർവെൽംഡ് എന്ന് പറയുമ്പോ അത് നമ്മള് ഓവർ ടാസ്ക്, അത് അതിനൊരു ലിമിറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഇല്ലല്ലോ ശരിക്കും? ഓരോരുത്തരുടെ കാപ്പബിലിറ്റിക്ക് അനുസരിച്ചല്ലേ, എബിലിറ്റിക്ക് അനുസരിച്ചല്ലേ അത് പറയാൻ പറ്റുള്ളൂ. ഈ ഓവർവെൽംഡ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൂടി വരുമ്പോ അത് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റാത്ത അത്ര ആവുമ്പോഴല്ലേ അത് വരുന്നത് ശരിക്കും? അത് എന്താണ് അതിന്റെ? അല്ല, ഓവർവെൽമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് അത് ഓരോരുത്തർക്കും ഓരോ കപ്പാസിറ്റിയാണ്. ആ കപ്പാസിറ്റിയെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. മനസ്സിലായില്ലേ? അതായത് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിയുടെ സ്ട്രെങ്ത് നമ്മൾ കൂട്ടി കൊണ്ടുവരണം. അപ്പോ നമ്മൾ ഓവർവെൽം ആവില്ല. അതല്ലെങ്കിൽ ഇനിയിപ്പോ നമുക്ക് ഓവറായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്യണം അല്ലെ. ഇപ്പൊ ഒരു പാത്രം എടുക്കുകയാണ്, ആ പാത്രം ഇത്രയുള്ള ഒരു പാത്രമാണ്. അപ്പൊ ആ ഒരു പാത്രത്തിൽ നമുക്ക് ഇത്രേ ഒഴിക്കാൻ പറ്റുള്ളൂ. പാത്രം മാറ്റി കഴിഞ്ഞാൽ ശരിയായല്ലോ, പാത്രം ഇടയ്ക്കൊന്ന് മാറ്റണമല്ലോ. അപ്പൊ ആ പാത്രം മാറ്റൂല, നമ്മൾ ആ കപ്പാസിറ്റി തന്നെ ഉള്ളൂ നമുക്ക്.
അവിടെയാണ് നമുക്ക് പ്രശ്നം അല്ലെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പോ പിന്നെ ലോകത്ത് മൾട്ടി മില്യണേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോകത്ത് എത്രയോ കമ്പനികൾ ഒരേ സമയത്ത് നടത്തുന്ന ആൾക്കാരില്ലേ, ഇല്ലേ? എത്രയോ ആളുകളെ മാനേജ് ചെയ്യുന്ന ആൾക്കാരില്ലേ? ഈ പൊളിറ്റീഷ്യൻസ് ഒക്കെ നോക്കിയേ, അത്ര ആളുകളെ മാനേജ് ചെയ്യുന്ന ആൾക്കാരില്ലേ? അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ കപ്പാസിറ്റി നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. ട്രെയിനിങ്ങിലൂടെ, പ്രാക്ടീസിലൂടെ ഒക്കെ നമുക്ക് പറ്റും. അത് മാനേജ് ചെയ്ത് കൊണ്ടുവരിക, അതിനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതാ അവിടെ നമ്മൾ പലപ്പോഴും അത് തയ്യാറാവാതെ നിൽക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോകുക. അപ്പൊ ഇടക്ക് നമ്മൾ പാത്രത്തെ നമ്മളൊന്ന് വലുതാക്കുക, അപ്പൊ ശരിയാവും. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോ എന്തായാലും സന്തോഷം. നമ്മളുടെ ഈ ഒരു ട്രെയിനേഴ്സ് ടോക്കിന്റെ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതേപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വെബിനാറുകൾ നമുക്ക് 7 മണിക്ക് ഉണ്ടാകും. മിക്ക ദിവസങ്ങളിലും 7 മണിക്കായിരിക്കും നമ്മളുടെ വെബിനാറുകൾ ഉണ്ടാവുക. വിംബിൾ അക്കാദമി എന്നുള്ള ഒരു ഗ്രൂപ്പിലാണ് അതിന്റെ ലിങ്കും അതിന്റെ ഫർദർ ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾ അറിയുക. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ വിംബിൾ അക്കാദമി അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മൾ ഔട്ട് ചെയ്തിട്ടുള്ള പ്ലേ തെറാപ്പി, അതേപോലെ തന്നെ പ്രീ ആൻഡ് പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ് തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ നമ്മളിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. താല്പര്യപ്പെടുന്നവരെ അറിയിക്കുക. അതേപോലെ തന്നെ പ്രൊഫഷണൽ ട്രെയിനിങ് ബാച്ച് നമ്മൾ അടുത്തായിട്ട് അതിന്റെ പുതിയ ബാച്ച് നമ്മൾ 18ാമത്തെ ബാച്ച് തുടങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും അറിയാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ഒന്നുകിൽ പേഴ്സണലി എന്നായിട്ടോ അതല്ലെങ്കിൽ ഗ്രൂപ്പിൽ അഡ്മിൻസുമായിട്ടൊക്കെ ഒന്ന് ബന്ധപ്പെടുക. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസുകളൊക്കെ നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്ത ഫൈസ മാമിന് വളരെ സന്തോഷം അറിയിക്കുകയാണ്. അതിനുവേണ്ടി തയ്യാറാവുകയും അതിന് മുന്നിട്ടിറങ്ങി ഈ ഒരു വിഷയം ഇവിടെ അവതരിപ്പിച്ചതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു സെഷനിലേക്ക് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള സ്നേഹവും സന്തോഷവും ഒക്കെ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.